അങ്ങനെ പാസ്സൊക്കെ കിട്ടി അറ്റ് ലാസ്റ്റ് നമ്മുടെ വള്ളസദ്യയുടെ ടൈമായി. ഇവിടെ കൃഷ്ണന്റെ മുമ്പിലായി ഓരോ വിഭവങ്ങളും ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട്. സദ്യ കഴിക്കുന്നതിലും അതിലുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ഇവിടെ എന്താ നടക്കുന്നത്, അത് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം എന്ന് വിചാരിക്കുക. നമുക്കിത് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും കിട്ടണമെന്നില്ല. അങ്ങനെ ആദ്യം വിളക്കൊക്കെ കൊളുത്തി, ഓരോരുത്തരായിട്ട് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് അങ്ങനെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ കണ്ണന്റെ മുമ്പിലിരിക്കുന്ന ഇലയിലാണ് ആദ്യം ചോറും കറികളും കാര്യങ്ങളും ഒക്കെ വിളമ്പി ആരംഭിച്ചത്. അങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി തുടങ്ങി. കഴിക്കുന്നതിനിടയ്ക്കും ഓരോ പാട്ടുകൾ പാടി ഓരോ വിഭവങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ആ വീട്ടിലെ ഓരോ അംഗങ്ങളും ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. സദ്യ കഴിഞ്ഞൊരു പാട്ടിലൂടെയും അവർക്കൊരു ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ കാത്തിരുന്ന ശേഷം നമ്മുടെ സദ്യ കഴിക്കാനുള്ള ഒഴിവ് എത്തി ഗായ്സ്. 41 എത്ര കൂട്ടം കറികളാണെന്ന് ഞങ്ങൾ എണ്ണി നോക്കിയിട്ട് പോലും മനസ്സിലാവുന്നില്ല. അത്രയധികം കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാ കറികളും കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യ കുറേ നാൾക്ക് ശേഷം കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, സൈനിങ് ഓഫ് ഫ്രം പോബ.